ഹായ് ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ഫിലിപ്പ് മമ്പാട്. അപ്പോൾ നമുക്ക് ഒരു 6-7 വർഷം മുൻപ് വന്ന 6-7 10-11 വർഷം മുമ്പ് വന്ന ഒരു വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന ഒരു TV ഷോയിലൂടെയാണ് ഈ ഫിലിപ്പ് മമ്പാട് കേരളത്തിലുള്ള ടെലിവിഷൻ പ്രേക്ഷകർക്കൊക്കെ സുപരിചിതനാവുന്നത്. അതിനുശേഷം നമ്മളറിഞ്ഞു അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. അത് കഴിഞ്ഞ് VRS എടുത്തു. അത് കഴിഞ്ഞ് മോട്ടിവേഷണൽ സ്പീക്കറായിട്ടൊക്കെ പോവുകയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷണൽ സ്പീക്കിംഗ് ഒക്കെ കേൾക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷണൽ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കൊക്കെ തോന്നുന്നത്, ഇത്രയും നല്ല മനുഷ്യരുണ്ടോ ഈ ലോകത്ത്. അദ്ദേഹം പറയുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾ ലഹരിക്ക് അടിമപ്പെട്ട് പോവാതിരിക്കാൻ അവരെ ചേർത്ത് പിടിക്കൂ, അവരുടെ നെറുകിലൊന്ന് ചുംബിക്കൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇദ്ദേഹം എത്ര നല്ല മനുഷ്യനാണല്ലേ. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഇദ്ദേഹത്തിൻ്റെ മക്കളെ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, അവരൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇതൊക്കെ വെറും കപടതയായിരുന്നു എന്നുള്ള ഒരു ഇതാണിപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ 2 മാസം മുമ്പാണ് കണ്ടത്. വേറെ ഒരു വിഷം തുപ്പുന്ന 2 പേരുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഹസ്ബൻഡും വൈഫും. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. എല്ലാവരും ന്യൂസ് ചാനലിലും അവരുടെ ന്യൂസുകളൊക്കെ ഒരുപാട് എല്ലാ ചാനലുകാരും അല്ലെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സും ഒക്കെ എടുത്തിട്ട് കീറി മുറിച്ചതാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഈ ഫിലിപ്പ് മമ്പാടിൻ്റെ കാര്യം അതുപോലെ. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഇതൊരു പോക്സോ കേസിലാണ് അദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. കാരണം അത് കള്ളത്തരാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് എന്ത് തന്നെയായാലും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താനല്ല, എനിക്ക് അയാളെ കുറ്റപ്പെടുത്താനല്ല തോന്നുന്നത്. അയാൾ തീർച്ചയായിട്ടും തെറ്റുകാരൻ തന്നെയാണ്. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. അയാൾ തെറ്റുകാരൻ തന്നെയാണെന്ന് പറയാൻ ഞാൻ ആളല്ല. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ്. അയാളെ 10-20 ദിവസത്തേക്കൊക്കെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 15 ദിവസത്തേക്ക്. അപ്പോൾ ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല. പക്ഷേ അയാളെ വിശ്വസിച്ച് സ്വന്തം മകളെ അയാളുടെ ഒപ്പം വിട്ട മാതാപിതാക്കളെ മാത്രമാണ് കുറ്റം പറയുന്നത്. തീർച്ചയായിട്ടും എത്ര വലിയ മോട്ടിവേഷണൽ സ്പീക്കർ ആണെങ്കിലും സ്വന്തം മകളെ അയാളോടൊപ്പം വിടാൻ അയാളെ എന്ത് മോട്ടിവേഷൻ തീർച്ചയായിട്ടും മാതാപിതാക്കളായാലും ആരായാലും ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന മാതൃകയിൽ കൂടുതലൊന്നും മറ്റൊരാൾക്കും നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ മക്കളുടെ ജീവിതത്തിലോ സ്വാധീനം ചെലുത്താൻ സാധിക്കില്ല. നമ്മളത് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോൾ മോട്ടിവേഷൻ, അയാളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് പഠിച്ച ആളോ ഒന്നുമല്ല. അങ്ങനെ ഒരാളുടെ അടുത്ത് അയാൾ വായിച്ചും അറിഞ്ഞും ഒക്കെ കേട്ട അറിവുകളിൽ നിന്നൊക്കെ ആയിരിക്കും അയാൾ ക്ലാസ് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അയാളുടെ അടുത്ത് ഈ കുഞ്ഞിനെ കൊണ്ടാക്കി തിരിച്ച് വീട്ടിലേക്ക് പോയ മാതാപിതാക്കളുടെ മനസ്സുണ്ടല്ലോ, പറയാതിരിക്കാൻ പറ്റില്ല. വളരെ മോശപ്പെട്ടതാണ്. ഇങ്ങനൊരു ഇത് ആ കുഞ്ഞിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദികൾ മാതാപിതാക്കൾ തന്നെയാണ്. അതല്ലാതെ ഫിലിപ്പിനെ മാത്രം നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല.